മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് അടിച്ചത്. അവർ 5 പേരുണ്ടായിരുന്നു. ഇതൊരു കള്ളക്കേസ് തന്നെയാണ്. ഒരു സാധുവാണ് ആ മനുഷ്യനെ ഇങ്ങനെ ചെയ്ത് അടിച്ചു കൊണ്ടുവന്നിട്ട് പോലീസ് പോലും അതിനുള്ള തിരക്കാൻ നാട്ടിൽ വന്നിട്ടില്ല. എൻ്റെ പിറകിൽ കാണുന്ന ആൾക്കാരെ മൊത്തം കാണാൻ പറ്റും. നമ്മളെ ജീവിത മാർഗമാണ് സാറേ ആ കോടതിയാണ് ജയിലിൽ കിടക്കുന്നത്. നമുക്ക് ജോലി മാർഗമില്ല സാറേ. വളരെ വേദനാജനകമായ കേസാണ്. നാട്ടുകാരെ വരെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴിതാ ഞാൻ നിൽക്കുന്നത് തോക്കാരം സ്ഥലമാണ്. ഇവിടെ 62 വയസ്സുള്ള ഒരു ചേട്ടനെ ഇതേപോലെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോക്സോ കേസിൽ ജയിലിൽ അടച്ചു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നാട്ടുകാരാണ് പറയുന്നത്. കാരണം എൻ്റെ പിറകിൽ കാണുന്ന ആൾക്കാരെ മൊത്തം കാണാൻ പറ്റും. ഇതൊരു പോക്സോ കേസ് ആയതുകൊണ്ടും ഇരയുടെ പേരോ അല്ലെങ്കിൽ പ്രതിയുടെ പേരോ ഒന്നും പുറത്ത് പറയാൻ നിർവാഹമില്ല. അതുകൊണ്ട് നമ്മൾ ആ പേരൊക്കെ ഒഴിവാക്കുകയാണ്. പക്ഷേ ഇത്രയും വലിയൊരു കൂട്ടായ്മ, ഒരു പൗരസമിതി, ഇത്രയും പേര് ഒരു ചേട്ടന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ചേട്ടന് നിരപരാധിത്വം ഉണ്ടാകും. അദ്ദേഹം തെറ്റ് ചെയ്തില്ലെന്നാണ് നാട്ടിൽ പറയുന്നത്. കേൾക്കാം. നമ്മുടെ മാമനെന്ന് പറഞ്ഞാൽ ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോഴത്തേക്ക് ഈ സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ചേച്ചി ഒരു ഓട്ടം ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ തലേ ദിവസവും ചേച്ചീനെ രാവിലെ 3 മണിക്ക് ഒരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് മാമനാണ് പോയി വിളിച്ചുകൊണ്ട് വരുന്നത്. അത്ര വിശ്വാസത്തോടെയുള്ള ഏത് ടൈമിൽ വിളിച്ചാലും പോകുന്നതാണ്. ഈ മാമൻ്റെ സ്വഭാവം ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. കൊച്ചു കുട്ടികളെ മുതൽ വലിയ എത്ര പ്രായമായവരായാലും എത്ര വിശ്വസിച്ച് മാമൻ്റെ കൂടെ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ സ്കൂളിൽ കുട്ടികൾക്ക് നൈറ്റ് ക്ലാസ് ഉള്ളപ്പോഴത്തേക്കും കൂടുതൽ പേരൻസ് മാമനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അത്ര വിശ്വാസമുള്ളതുകൊണ്ട്. ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന ദിവസം ഒരു 2-2 കഴിഞ്ഞപ്പോഴത്തേക്കും മാമനെ വിളിച്ച് പറഞ്ഞ്, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ഓട്ടം ഉണ്ട്, വരണമെന്ന് പറഞ്ഞ്. അങ്ങനെ മാമൻ അവിടെ പോകുന്നതാണ്. അപ്പോൾ യാടി ചെന്നപ്പോഴത്തേക്കും ഓട്ടോ അകത്തോട്ട് കയറ്റിയിടാൻ പറഞ്ഞ് അതിനുശേഷം മാമനെ അതിനകത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അടിച്ചല്ലേ? മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് അടിച്ചത്. അവർ 5 പേരുണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 പേര്, ആ യാർഡിലെ മുതലാളിയും മുതലാളിയുടെ ഡ്രൈവറും കൂടെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് മാമനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവശനാക്കി. എന്നിട്ട് ഈ കുറ്റം സമ്മതിക്കാൻ മാമനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കുറ്റം ചെയ്തതായിട്ട് സമ്മതിക്കണം, അതവർക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനാണ്. അങ്ങനെ ലാസ്റ്റ് മാമന് ഒരു ഇതും പറ്റില്ല എന്നുള്ള രീതിയിലായപ്പോഴത്തേക്ക് മാമൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഇത് മാത്രം അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാമനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി. ഇത് പ്രചരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോൾ. അതിനുശേഷം ഈ മാമൻ കുറ്റം സമ്മതിച്ചതിന് ശേഷം അവർ പോലീസിനെ വിളിക്കുകയും പെട്ടെന്ന് തന്നെ പോലീസ് വന്ന് മാമൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇത്ര അവശനായി നിൽക്കുകയാണ്. അതും 65 വയസ്സ് പ്രായമുള്ള ആളാണ്. അതും അപ്പോൾ തന്നെ പോലീസ് കൊണ്ടുപോയി. പറയുന്ന ലേഡിക്ക് ഈ ചേട്ടനുമായിട്ട് എന്താ വിരോധം ഉണ്ടാകാൻ കാര്യം? ആ ചേച്ചിയും ഇതേപോലെ ആ യാർഡിലെ മുതലാളിയും തമ്മിലുള്ള ഒരു ബന്ധം മാമൻ അറിയായിരുന്നു. അതിപ്പോൾ പുറത്തറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതിലാണ്. പിന്നെ ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ആ ചേച്ചിയുടെ കൈയൊക്കെ മുതലാളി വന്ന് അടിച്ചൊടിച്ചു. ആ ടൈമിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പോലീസ് കേസിനൊക്കെ മാമനാണ് കൂടെ പോകുന്നത്. അതെല്ലാം ഇവർ പിന്നെ ഒത്തീർപ്പായി ഇവർ ഒന്നിച്ചായി. പക്ഷേ ഈ കേസ് പുറത്തറിഞ്ഞപ്പോഴത്തേക്ക് അത് മാമൻ്റെ പേരിലാണ് വന്നത്. മാമൻ പറഞ്ഞിട്ടാണ്. ഈ ആളെളുപ്പം കൊണ്ടാണോ? കാരണം അത്രയും വയസ്സായ ഒരാളെ അടിക്കുമ്പോഴത്തേക്ക് തിരിച്ചടിക്കാൻ പറ്റുള്ളൂ. ആളെളുപ്പം കൊണ്ടാണോ? തന്നെ ഒരു സാധുവാണ്. നമുക്ക് ഏറ്റവും സങ്കടമുണ്ട് ആ മനുഷ്യനെ ഇങ്ങനെ ചെയ്ത് അടിച്ചു കൊണ്ടുവന്നിട്ട് പോലീസ് പോലും അതിനുള്ള തിരക്കാൻ നാട്ടിൽ വന്നിട്ടില്ല. 4 വർഷമായി അയാൾ ഇവിടെ ഗൾഫിൽ നിന്ന് ഇവിടെ നാട്ടിൽ വന്ന് ഒരു ആട്ടം എടുത്ത് ഉപജീവനം കഴിക്കാനായി 2 പെൺകുട്ടികളും ഉണ്ട്. അവർ 2 തലയും കൂടെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അയാൾ ഏത് സമയത്ത് 10 രൂപയുടെ ഓട്ടത്തിന് വിളിച്ചാൽ പോലും പോകും. അപ്പോഴാണ് 2 കൊച്ചുങ്ങളെ അയാൾ ഒറ്റയ്ക്കാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അവിടെ അങ്ങ് പള്ളിയുടെ അവിടുത്തെ സ്കൂളിൽ. അതിന് അയാളെ കൂടെ മാത്രമാണ് വിടുന്നത്. ഇതൊരു കള്ളക്കേസ് തന്നെയാണ്. എൻ്റെ ഭർത്താവ് 2:30 മണിയൊക്കെയാണ് ഓട്ടം അവൾ വിളിക്കുന്നത്. വിളിച്ച് അണ്ണൻ ഓട്ടം പോയി. രാത്രി ആയിട്ടും കണ്ടില്ല. പിന്നെ നമ്മൾ നാട്ടുകാർ പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞ് നമ്മൾ അപ്പോഴേ സ്റ്റേഷനിൽ ചെന്ന് അണ്ണൻ അടിച്ച പാടുകളാണ് എന്നെ കാണിച്ചത്. എൻ്റെ 2 മക്കളും പ്രായപൂർത്തിയായതാണ്. മോള് നഴ്സിംഗിന് പഠിക്കുന്നത്, ഇളയത് +2 പഠിക്കുന്നു. നമ്മളെ ജീവിത മാർഗമാണ് സാറേ ആ കോടതിയാണ് ജയിലിൽ കിടക്കുന്നത്. നമുക്ക് ജോലി മാർഗമില്ല സാറേ. രാവിലെ വിളിച്ചിരുന്നു. അപ്പൊ എനിക്ക് വളരെ വിഷമം തോന്നിയത് കേട്ടപ്പോ. വളരെ വേദനാജനകമായ കേസാണ്. നാട്ടുകാരെ വരെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതേപോലെ വ്യാജ പോക്സോയും മറ്റുമുണ്ട്. 2 ആഴ്ചയോ 3 ആഴ്ചയും 4 ആഴ്ചയും ഒക്കെ ജയിലിൽ കിടന്നതിന് ശേഷമാണ് ജാമ്യം കിട്ടുന്നത്. ജീവിതകാലം മുഴുവൻ ഇവർക്ക് അതിന്റെ ചീത്തപ്പേരും കുടുംബത്തിന് മാനനഷ്ടവും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അവിടുത്തെ നാട്ടുകാര് ശക്തമായി പിന്തുണയ്ക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. പക്ഷെ ചില കേസുകളുടെ ഒരു ഘടന എങ്ങനെയാണ്? അതുകൊണ്ട് സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്തുള്ള തെളിവുകളും മറ്റും വക്കീലിനെ വെച്ച് ശക്തമായി വാദിപ്പിക്കണം. വ്യാജ പോക്സോ നമ്മുടെ നാട്ടിലെ ഒരു വലിയ വിഷയമാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തെളിവുകൾ കോടതിയെ കൺവിൻസ് ചെയ്യുകയും
എന്താ പറയുക പൊതുസമൂഹത്തിലും അതിലൂടെ ഒരു അവയർനെസ് ബോധവൽക്കരണം നടത്തുകയും വേണം. ഏതായാലും രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് എന്നുവെച്ചാൽ ഒരു നാട് മൊത്തം ഇത്രയും ആൾക്കാരാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. കാരണം എന്താ പറയുക, ഇങ്ങനെ ഒരു അത്രയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് ഇത്രയും പേര് നിൽക്കുന്നത് അല്ലേ ഏട്ടാ? സംശയം തരും, ന്യായമുള്ളതുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ? കാരണം അത് സത്യാവസ്ഥ തെളിയണം. അങ്ങനെ അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പം നിലവിലുണ്ട്. ഒരാളുടെ പേരിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക പോലീസ് അന്വേഷിക്കാത്ത, അങ്ങനെ അന്വേഷണം എന്നൊരു ഭാഗമുണ്ട്, കുറച്ചെങ്കിലും അന്വേഷിക്കണമായിരുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തിനെ മാരകമായിട്ട് ഉപദ്രവിച്ചു, നല്ലതുപോലെ ഉപദ്രവിച്ചു. അത് വീഡിയോ ഷൂട്ട് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അതിന് അടിച്ച് മർദ്ദിച്ച് അയാളെ കൊണ്ട് സമർപ്പിച്ചു നാട്ടുകാർ പറയുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ അതിനുള്ള പരിശോധനാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, നുണ പരിശോധനയൊക്കെ ഉണ്ടല്ലോ. കോടതി ഇടപെടട്ടെ.